ഇന്ത്യ റഷ്യയിൽ നിന്നുള്ള ക്രൂഡ് ഓയിൽ ഇറക്കുമതി വീണ്ടും വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. ഇക്കഴിഞ്ഞ ജൂണിൽ റഷ്യയിൽ നിന്നുള്ള ക്രൂഡ് ഓയിൽ ഇറക്കുമതി 13 മാസത്തെ ഏറ്റവും ഉയർന്ന നിലയിലേക്കാണ് എത്തിയിരിക്കുന്നത്. ജൂണിൽ ഇറക്കുമതിയുടെ 45.3% റഷ്യയിൽ നിന്നാണ് ഇന്ത്യ ഇറക്കുമതി ചെയ്തിരിക്കുന്നത് എന്നാണ് കണക്കുകൾ പറയുന്നത്. പ്രതിദിനം 46.3 ലക്ഷം വീപ്പയാണ് റഷ്യയിൽ നിന്ന് ഇന്ത്യ ഇറക്കുമതി ചെയ്യുന്ന എണ്ണയുടെ കണക്കെന്ന് പറയുന്നത്. അതായത് റെക്കോർഡ് വർധനവാണ് ഇറക്കുമതിയുടെ കാര്യത്തിൽ ഉണ്ടായിരിക്കുന്നത്. റഷ്യയിൽ നിന്ന് വിലക്കുറവിൽ എണ്ണ വാങ്ങുന്നത് ഇന്ത്യ വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അതേസമയത്ത് പരമ്പരാഗതമായിട്ട് ഇന്ത്യ ക്രൂഡ് ഓയിൽ വാങ്ങിയിരുന്ന ഇറാഖ്, സൗദി തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ള വിഹിതം കുറേയധികം കുറഞ്ഞിട്ടുണ്ട്. ജൂണിൽ ഇരു രാജ്യങ്ങളുടെയും വിഹിതം 36%. മെയ്യിൽ ഇത് 39%. ഗൾഫിൽ നിന്നുള്ളതിനേക്കാൾ കൂടുതൽ കുറഞ്ഞ നിരക്കിലാണ് നിലവിൽ റഷ്യൻ എണ്ണ ഇന്ത്യക്ക് ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യ കൂടുതൽ എണ്ണ റഷ്യയിൽ നിന്ന് വാങ്ങുന്നതും. ജൂണിൽ ഇറാഖിന്റെ ക്രൂഡ് ഓയിൽ വിഹിതം 17.2%, സൗദിയുടേത് ഏതാണ്ട് 9%, അമേരിക്കയുടേത് 8%. ഇറാഖിൽ നിന്ന് പ്രതിദിനം 8 ലക്ഷം വീപ്പയും സൗദിയിൽ നിന്ന് 4.3 ലക്ഷവുമാണ് ഇന്ത്യ രാജ്യത്തിലേക്ക് എത്തിച്ചത്. ഒരു ദശാബ്ദത്തിനിടെ സൗദിയിൽ നിന്നുള്ള ഏറ്റവും കുറഞ്ഞ വിഹിതമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. യുക്രൈൻ സംഘർഷത്തെ തുടർന്നാണ് റഷ്യ ഇന്ത്യ വ്യാപാര ബന്ധം ഏറെ മെച്ചപ്പെട്ടത്. ഇതിനു മുമ്പ് ഇറാഖ്, സൗദി എന്നീ രാജ്യങ്ങളെ മാത്രമാണ് ക്രൂഡ് ഓയിലിനായിട്ട് ഇന്ത്യ കൂടുതലും ആശ്രയിച്ചിരുന്നത് എങ്കിൽ ഇന്നിപ്പോൾ ഇന്ത്യക്ക് റഷ്യയിൽ നിന്ന് യഥേഷ്ടം എണ്ണ കിട്ടുന്നുണ്ട്, അതും വിലക്കുറവിൽ. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഈ നിലയ്ക്ക് പോവുകയാണെങ്കിൽ ഇനി ഇന്ത്യയെ എണ്ണയുടെ കാര്യം പറഞ്ഞ് ബ്ലാക്ക്മെയിൽ ചെയ്യാൻ ഗൾഫ് രാജ്യങ്ങൾക്ക് പറ്റില്ല എന്ന് കാണാൻ സാധിക്കും. ഇതുവരെ കണ്ടെത്തിയതനുസരിച്ച് ഏറ്റവും കൂടുതൽ ക്രൂഡ് ഓയിൽ നിക്ഷേപമുള്ള രാജ്യങ്ങളുടെ പട്ടികയിൽ 8ാം സ്ഥാനത്താണ് റഷ്യ. അതായത് ആകെ കണ്ടെത്തിയതിൻ്റെ 4.8% അവിടെ നിക്ഷേപമുണ്ട്. വെനസ്വേലയാണ് 1ാം സ്ഥാനത്ത്. സൗദി, കാനഡ, ഇറാൻ, ഇറാഖ്, കുവൈറ്റ്, UAE, റഷ്യ, ഇങ്ങനെയാണ് യഥാക്രമം 1 മുതൽ 8 വരെയുള്ള റാങ്കുകൾ. US 11ാമത്തെ സ്ഥാനത്തുമുണ്ട്. അപ്പോൾ നേരത്തെ ഗൾഫ് രാജ്യങ്ങളെ മാത്രം നമ്മൾ ഡിപ്പെൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇനി അതല്ല. റഷ്യയിൽ നിന്ന് നമുക്ക് ആവശ്യം പോലെ എണ്ണ ഉൽപ്പാദിപ്പിക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. റഷ്യ എന്ന് പറയുന്നത് വലിയ രാജ്യമാണ്. ഇപ്പോഴും കണ്ടെത്താൻ കഴിയാത്ത വലിയ രീതിയിലുള്ള എണ്ണ നിക്ഷേപം ആ രാജ്യത്തുണ്ട്. ഒരു ഘട്ടത്തിലും ഇന്ത്യയെ പിന്നിൽ നിന്ന് കുത്താനോ ഇന്ത്യക്കെതിരായിട്ട് ഒരു കാര്യം ചെയ്യാനോ റഷ്യ തയ്യാറാവില്ല. അത് ഇത്രയും കാലത്തിനിടയിൽ അവർ തെളിയിച്ചിട്ടുണ്ട്. ഇന്ത്യ ഒരു കാലത്തും അവർ തള്ളി പറഞ്ഞിട്ടില്ല. ഇന്ത്യക്കൊപ്പം നിന്നിട്ടുള്ള ചരിത്രമാണ് സോവിയറ്റ് യൂണിയനും റഷ്യയ്ക്കുമുള്ളത്. തിരിച്ച് ഇന്ത്യയും അങ്ങനെ തന്നെയാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഭാവിയിലും ഒരു പ്രതിസന്ധി ഉണ്ടാവുകയാണെങ്കിൽ ഇന്ത്യയെ എണ്ണയുടെ പേര് പറഞ്ഞ് ബ്ലാക്ക്മെയിൽ ചെയ്യാൻ ഇനി ഒരു രാജ്യങ്ങൾക്കും കഴിയില്ല. മാത്രമല്ല ഇനി ഒരിക്കലും സൗദിയും UAEയും ഇന്ത്യയും തമ്മിലുള്ള ബന്ധത്തിൽ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. വിശേഷിച്ച് UAEയും ഇന്ത്യയും തമ്മിലുള്ള ബന്ധം വളരെ ദൃഢമാണ്. സൗദി അറേബ്യ ആണെങ്കിലും ഇന്ത്യയുമായിട്ട് ഇന്നത്തെ ബന്ധം വളരെ വളരെ മികച്ച രീതിയിലാണ് കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരിക്കലും ഇന്ത്യക്കെതിരായിട്ട് ഈ രാജ്യങ്ങൾ തിരിയില്ല. ഇനി അഥവാ ഏതെങ്കിലും ഒരു കാരണത്താൽ ഇസ്ലാമിക രാജ്യങ്ങളുടെ കൂട്ടായ്മയുടെ അംഗമായതുകൊണ്ട് സൗദിക്ക് ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഇന്ത്യക്കെതിരെ ഒരു ഉപരോധം ഏർപ്പെടുത്തേണ്ടി വന്നാൽ പോലും ഇന്ത്യക്ക് അതിനെ അതിജീവിക്കാൻ അനായാസം സാധിക്കുമെന്നതുകൂടിയാണ് റഷ്യയുമായിട്ടുള്ള ട്രേഡ് കൊണ്ട് നമുക്കുണ്ടാവുന്ന ഒരു ബെനിഫിറ്റ്. മറ്റൊരു കാര്യം, ഈ ക്രൂഡ് ഓയിലിന്റെ വില തോന്നിയതുപോലെയൊക്കെ ഇട്ടുകൊണ്ട് അല്ലെങ്കിൽ തോന്നിയതുപോലെ പ്രൊഡക്ഷനിൽ കൺട്രോൾ ചെയ്തുകൊണ്ട് ഈ ഗൾഫ് രാജ്യങ്ങൾ അവരുടെ ഉൽപ്പന്നത്തിന്റെ അല്ലെങ്കിൽ എണ്ണവില വർധനയ്ക്കായിട്ട് പലപ്പോഴും ശ്രമിക്കാറുണ്ട്. അത് ഒപ്പക്കിൽപ്പെടുന്ന രാജ്യങ്ങളെല്ലാം, ഗൾഫ് രാജ്യങ്ങളെന്ന് മാത്രം ഞാൻ പറയുന്നില്ല, ഒപ്പക്ക് അംഗങ്ങളായിട്ടുള്ള രാജ്യങ്ങളൊക്കെ ഈ പരിപാടി കുറെ കാലമായിട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. 2021-22 കാലയളവിൽ സൗദി അറേബ്യയോട് ഇന്ത്യക്ക് ഒടുവിൽ അഭ്യർത്ഥിക്കേണ്ടി വന്നു. അതായത് ഈ ഓയിൽ പ്രൈസ് ഹൈ ആയിട്ട് പോവാണ്. കാരണം എന്താണ്? ഇവർ എണ്ണയുടെ പ്രൊഡക്ഷൻ വെട്ടിക്കുറച്ചു. ഈ പ്രൊഡക്ഷൻ കുറയുമ്പോൾ ഒരു ഉൽപ്പന്നത്തിന് മാർക്കറ്റിൽ അതിന്റെ ലഭ്യത കുറയുമ്പോൾ അതിന് ഡിമാൻഡ് കൂടുമല്ലോ. ഇങ്ങനെ ഡിമാൻഡ് കൂട്ടി വില വർദ്ധിപ്പിച്ച് കച്ചവടം ചെയ്യുന്ന തന്ത്രം ഇവരൊക്കെ പയറ്റി. അതിന്റെ ഫലമായിട്ട് ഇന്ത്യയിൽ ഉൾപ്പെടെ എണ്ണവില വളരെയധികം വർദ്ധിക്കുകയുണ്ടായി. അങ്ങനെയാണ് ഇന്ത്യക്ക് 2021 എണ്ണവിലയിൽ ആശങ്ക പ്രകടിപ്പിക്കുകയും ഉൽപ്പാദനം വർദ്ധിപ്പിക്കാൻ ഒപ്പക് രാജ്യങ്ങളോട് ആവശ്യപ്പെടുകയും ചെയ്യുന്നത്. എന്നാൽ അന്ന് സൗദി അറേബ്യ ഇന്ത്യയോട് പറഞ്ഞത് ഇന്ത്യയുടെ കരുതൽ പെട്രോളിയം ശേഖരത്തിൽ നിന്ന് എടുത്ത് ഉപയോഗിക്കണം എന്നാണ് ഇന്ത്യയെ ഉപദേശിച്ചത്. തുടർന്നാണ് ഇന്ത്യ ഈ ഗൾഫ് രാജ്യങ്ങളെ മാത്രം നമ്പിയിരുന്നാൽ പണി പാളുമെന്ന് മനസ്സിലാക്കിയിട്ട് കൂടുതൽ രാജ്യങ്ങളിൽ നിന്ന് എണ്ണ വാങ്ങുന്നതിനെ കുറിച്ച് ചിന്തിക്കുന്നത്. അതിനുശേഷം ഇന്ത്യ അമേരിക്കയിൽ നിന്ന് എണ്ണ ഇറക്കുമതി ചെയ്യുന്നുണ്ട്. ഉക്രൈൻ റഷ്യ യുദ്ധം തുടങ്ങുകയും റഷ്യയുടെ മേൽ വലിയ ഉപരോധങ്ങൾ ഏർപ്പെടുത്തപ്പെടുകയും ചെയ്തപ്പോൾ ഇന്ത്യ സ്വാഭാവികമായിട്ട് റഷ്യ വില കുറച്ച് തരാമെന്ന് പറഞ്ഞപ്പോൾ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങി തുടങ്ങുകയും ചെയ്തു. ഇന്ന് ഇന്ത്യക്ക് സൗദിയുടെയോ അല്ലെങ്കിൽ ഇറാഖിന്റെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു എണ്ണ ഉൽപ്പാദക രാജ്യത്തിൻ്റെയോ സപ്പോർട്ട് ഇല്ലെങ്കിലും പിടിച്ചു നിൽക്കാൻ പറ്റും. ഇപ്പോൾ ഗൾഫിൽ നിന്ന് കിട്ടിയില്ലെങ്കിൽ നമ്മൾ അമേരിക്കയിൽ നിന്നും റഷ്യയിൽ നിന്ന് വാങ്ങും. ഇപ്പോൾ അമേരിക്ക തന്നില്ലെങ്കിൽ നമ്മൾ റഷ്യയിൽ നിന്ന് കൂട്ടി വാങ്ങും. ഇനിയിപ്പോൾ അമേരിക്കയും റഷ്യ തന്നില്ലെങ്കിൽ ഗൾഫിൽ നിന്ന് വാങ്ങും. ഇങ്ങനെ നമ്മൾ വളരെ കൃത്യമായിട്ടുള്ള ഒരു സ്ട്രാറ്റജി എണ്ണയുടെ വ്യാപാരവുമായി ബന്ധപ്പെട്ട് ഫോം ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ത്യ ഇനി കൊടുക്കുക എന്ന് പറയുന്നത് എളുപ്പമല്ല.
അതിനു പുറമെയാണ് ഇന്ത്യ ഈ പരമ്പരാഗതമായ ക്രൂഡ് ഓയിൽ എന്ന് പറയുന്ന പരിപാടിയിൽ നിന്ന് പതിയെ മാറാനായിട്ട് തീരുമാനിച്ചിരിക്കുന്നത്. സോളാർ എനർജി ഉപയോഗിക്കുക, ഇലക്ട്രിക് വെഹിക്കിൾസ് യൂസ് ചെയ്യുക, അല്ലെങ്കിൽ തത്തുല്യമായ മറ്റു മാർഗ്ഗങ്ങളിലേക്ക് കൂടി ഇന്ത്യൻ മാർക്കറ്റുകളെ അല്ലെങ്കിൽ ഇന്ത്യൻ എക്കണോമിയെ ചേഞ്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്കിപ്പോൾ ഇലക്ട്രിക് വാഹനങ്ങളുടെ എണ്ണം വളരെയധികം കൂടുന്നുണ്ട് നമ്മുടെ വിപണിയിൽ. അപ്പോൾ ഇന്ത്യയുടെ ദീർഘവീക്ഷണത്തോടു കൂടിയുള്ള പ്രവർത്തനങ്ങൾ ഇതിനകത്ത് വ്യക്തമാണ്. ഇനി ഇന്ത്യ എന്തായാലും എണ്ണയുടെ പേരൊന്നും പറഞ്ഞ് ആർക്കും ഒരിക്കലും ബ്ലാക്ക്മെയിൽ ചെയ്യാൻ പറ്റില്ല എന്ന് മാത്രമല്ല, ഇന്ത്യ തന്ത്രപരമായിട്ട് എണ്ണയെ ആശ്രയിക്കുന്നതിൽ നിന്ന് തന്നെ പതിയെ പതിയെ ഒഴിഞ്ഞു മാറിക്കൊണ്ടിരിക്കുകയാണ്. അതില്ലാതെയും ഇന്ത്യക്ക് മുന്നോട്ട് പോകാൻ കഴിയും. കാരണം ഈ ക്രൂഡ് ഓയിൽ ഇതര സോഴ്സുകൾ ഒരുപാട് നമുക്കിന്ന് അവൈലബിൾ ആണ്. ഇലക്ട്രിക് വാഹനങ്ങൾ അതിൽ ഏറ്റവും വലിയൊരു ഉദാഹരണമാണ്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.